അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 3-ാം ക്ലാസ്സിന്റെ തജ്വീദ് എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ വാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം. ഉദാഹരണങ്ങൾ വേർതിരിക്കാം. അപ്പോൾ ആ ഒരു ബ്രാക്കറ്റിൽ ഇൽഹാർ, ഇഖ്ലാബ്, ഇദ്ആമും ബിഉന്ന, ഇദ്ആമും ബിലാ ഉന്ന, ഇഖ്ഫാ എന്നീ 5ഓളം നിയമങ്ങളുടെ ഉദാഹരണങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പം ഓരോന്നിന്റെ നേരെ എടുത്തെഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ നമുക്ക് നോക്കാം, ഇൽഹാർ. അപ്പം അതിൽ ഇൽഹാർ ഏതെല്ലാമാണ്? അതിപ്പോൾ ആ ഒരു ഉദാഹരണങ്ങൾ വായിച്ചു നോക്കാം. യുംബിതു അൻഅംത അലൈഹിം കിറാമിൻ ബററ മിർ റസൂലിൻ ഫി കിതാബിൻ മുബീൻ അൻതും അദ്നിൻ തജ്രി ഫി ജന്നത്തിൻ ആലിയ. അപ്പം ഇൽഹാർ ഏതെല്ലാമാണ്? അതിൽ അൻഅംത അലൈഹിം എന്നുള്ളതും ഫി ജന്നത്തിൻ ആലിയ എന്നുള്ളതുമാണ്. അപ്പം അത് രണ്ടും ഇൽഹാറിന്റെ നേരെ എഴുതി കൊടുക്കുക. ഇനി ഇഖ്ലാബ്, അപ്പം അതിലേതെല്ലാമാണ് വരിക? യുൻബിതു കിറാമിൻ ബററ. ഇനിയോ ഇദ്ആമും ബിഉന്നയുടെ സ്ഥാനത്ത് ഫി കിതാബിൻ മുബീൻ, ഇദ്ആമും ബിലാ ഉന്ന മിർ റസൂലിൻ, ഇഖ്ഫാ അൻതും അദ്നിൻ തജ്രി. അപ്പം ഇങ്ങനെയാണ് ഒന്നാമത്തെ പ്രവർത്തനത്തിന്റെ ഉത്തരം വരിക. ഇനി രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം. ശരിക്ക് ശരി നൽകാം. താഴെ 6ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓരോന്നിനും യോജിച്ച ഉത്തരത്തിന് നേരെ മാത്രം ശരി അടയാളപ്പെടുത്തുക. ഒന്നാമത്തെ ചോദ്യം, ഇഖ്ഫാഇന്റെ അക്ഷരങ്ങൾ 18, 15 ഏതാണ്? 15 എന്നുള്ളതാണ് ശരി. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. രണ്ടാമത്തെ ചോദ്യം, ഇദ്ആമും ബിഉന്ന, മണിക്കാതെ ഷദ് ചെയ്യണം, ഷദ്ദോടുകൂടി മണിക്കണം. ഏതാണ്? ഷദ്ദോടുകൂടി മണിക്കണം എന്നുള്ളതാണ് ശരി. അപ്പം അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. മൂന്നാമത്തെ ചോദ്യം, ഇഖ്ഫാ. അപ്പം ഇഖ്ഫാഇനോട് യോജിച്ചത് ഏതാണ്? ശരി ഏതാണ്? തരിമൂക്കിലേക്ക് മറച്ചു മണിക്കണം, മീമായി മറിച്ചു മണിക്കണം. അപ്പൊ തരിമൂക്കിലേക്ക് മറച്ചു മണിക്കണം എന്നുള്ളതാണ് ശരി. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. നാലാമത്തെ ചോദ്യം, മണിക്കൽ ഉണ്ടാവുന്നത് തരിമൂക്കിൽ നിന്നാണ്, തലച്ചോറിൽ നിന്നാണ്. എവിടെ നിന്നാണ്? തരിമൂക്കിൽ നിന്ന്. അപ്പൊ അവിടെ തരിമൂക്കിൽ നിന്നാണ് എന്നുള്ളതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. അഞ്ചാമത്തെ ചോദ്യം, സുക്കൂന് വരികയില്ല പദത്തിന്റെ അവസാനത്തിൽ, പദത്തിന്റെ തുടക്കത്തിൽ. അപ്പൊ പദത്തിന്റെ തുടക്കത്തിലാണ് എന്ത് വരാതിരിക്കുക? സുക്കൂന് വരാതിരിക്കുക. അപ്പൊ അവിടെ പദത്തിന്റെ തുടക്കത്തിൽ എന്നുള്ളതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ആറാമത്തെ ചോദ്യം, മണിക്കേണ്ടുന്ന ഹർഫുകൾ മീമും താഉമാണ്, മീമും നൂനുമാണ്. അപ്പൊ ഏതാണ് ശരി? മീമും നൂനുമാണ് എന്നുള്ളതാണ്. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി മൂന്നാമത്തെ ചോദ്യം, മൂന്നാമത്തെ പ്രവർത്തനമായിട്ട് വരുന്നത് പൂർത്തിയാക്കാം എന്നുള്ളതാണ്. അപ്പം അതിൽ 5ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, കലിമത്തിന്റെ അവസാനത്തിൽ മാത്രമേ തൻവീൻ ഉണ്ടാവൂ. അപ്പൊ അവിടെ തൻവീൻ ഉണ്ടാവൂ എന്നുള്ളതാണ് എഴുതാനുള്ളത്. രണ്ടാമത്തെ ചോദ്യം, ജൗഫ് എന്നത് കൊണ്ട് വായയുടെ ഡേഷ്. അപ്പൊ അവിടെ ഉൾഭാഗമാണ് ഉദ്ദേശിക്കുന്നത്. ജൗഫ് എന്നതുകൊണ്ട് വായയുടെ ഉൾഭാഗമാണ് ഉദ്ദേശിക്കുന്നത്. ഇനി മൂന്നാമത്തെ ചോദ്യമാണ്, തരിമൂക്കിന് അറബിയിൽ പറയുന്നത്. തരിമൂക്കിന് എന്താണ് അറബിയിൽ പറയുക? ഖൈഷൂം. അപ്പൊ അവിടെ ഖൈഷൂം എന്ന് എഴുതി കൊടുക്കുക. നാലാമത്തെ ചോദ്യം, മണിക്കുന്നതിന് അറബിയിൽ പറയുന്നത് ഉന്നത്ത്. അല്ലെ? അപ്പൊ ഉന്നത്ത് എന്നുള്ളതാണ് മണിക്കുന്നതിന് അറബിയിൽ പറയുന്ന പേര്. ഇനി അവസാനത്തെ ചോദ്യമാണ്, വിശുദ്ധ ഖുർആൻ ഇതര ഗ്രന്ഥങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ കാലത്തേക്കും അനുയോജ്യമാണ്. അപ്പൊ അവിടെ അനുയോജ്യമാണ് എന്നുള്ളതാണ് എഴുതി കൊടുക്കാനുള്ളത്. ഇനി നാലാമത്തെ പ്രവർത്തനം ഉത്തരം എഴുതാം എന്നുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യം, ഖുർആൻ പഠിക്കേണ്ടത് എങ്ങനെയാണ്? ഖുർആൻ പഠിക്കേണ്ടത് എങ്ങനെയാണ്? അതിന്റെ ഉത്തരം, ഉസ്താദ് ഓതുന്നത് കണ്ടും
കേട്ടുമാണ്. ഒന്നുകൂടെ നോക്കാം. ഉസ്താദ് ഓതുന്നത് കണ്ടും കേട്ടുമാണ് ഖുർആൻ പഠിക്കേണ്ടത്. രണ്ടാമത്തത്, മഹ്റജ് എന്ന് പറയുന്നത് എന്തിനാണ്? ഉത്തരം, അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥാനങ്ങൾക്കാണ്. അപ്പൊ അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥാനങ്ങൾക്കാണ് മഹ്റജ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ചോദ്യമാണ്, അക്സൽ ഹൽക്ക് എന്ന് പറയുന്നത് എന്തിനാണ്? അപ്പൊ തൊണ്ടയുടെ താഴെ അറ്റത്തിനാണ് അക്സൽ ഹൽക്ക് എന്ന് പറയുന്നത്. നാലാമത്തെ ചോദ്യം, നാവിൽ നിന്ന് 10 സ്ഥാനങ്ങളിൽ നിന്നായി എത്ര അക്ഷരങ്ങൾ പുറപ്പെടുന്നു? 18 അക്ഷരങ്ങൾ. 18 അക്ഷരങ്ങളാണ് നാവിൽ നിന്ന് 10 സ്ഥാനങ്ങളിലായി പുറപ്പെടുന്നത്. അഞ്ചാമത്തെ ചോദ്യം, ഫാ, വാവ്, ബാ, മീം എന്നിവ എവിടെ നിന്നാണ് പുറപ്പെടുന്നത്? ഉത്തരം, ചുണ്ടിൽ നിന്ന്. ഇനി അഞ്ചാമത്തെ പ്രവർത്തനം, വ്യക്തമാക്കാം. 2 ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം, റാഇന്റെ മഖ്റജ്. അപ്പൊ റാഇന്റെ മഖ്റജ് എവിടെയാണെന്നാണ് വ്യക്തമാക്കിയിട്ട് എഴുതേണ്ടത്. എവിടെയാണ്? നാവിന്റെ തലയുടെ മുതുകും മേലെ മുൻപല്ലിന്റെ ഊനും. ഒന്നുകൂടെ നോക്കാം. നാവിന്റെ തലയുടെ മുതുകും മേലെ മുൻപല്ലിന്റെ ഊനുമാണ് റാഇന്റെ മഖ്റജ്. രണ്ടാമത്തെ ചോദ്യം, ലമ്മിനെ നീട്ടാൻ ഉപയോഗിക്കുന്ന അക്ഷരം. ലമ്മിനെ നീട്ടാൻ ഉപയോഗിക്കുന്ന അക്ഷരം ഏതാണ്? വാവാണ്. അത് നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഫതഹിനെ നീട്ടാൻ അലിഫ്, കെസുറിനെ നീട്ടാൻ യാ, ലമ്മിനെ നീട്ടാൻ വാവ്. ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞ ഒരു സംഭവമാണ്. ഇനി ഏറ്റവും അവസാനത്തെ പ്രവർത്തനമാണ് ആറാമത്തത്, താഴെ കൊടുത്തവയിൽ ഇല്ലാത്ത ഇഖ്ഫാഇന്റെ അക്ഷരങ്ങൾ എഴുതാം. അപ്പൊ താഴെ ഏതെല്ലാമാണ് കൊടുത്തത് ഇഖ്ഫാഇന്റെ അക്ഷരമായിട്ട്? താ, സാ, ജീമ്, ദാല്, ദാല്, സായ്, സീൻ, ഷീൻ, സ്വാദ്, വാദ്, ത്വാ എന്നീ അക്ഷരങ്ങളാണ് താഴെ ഇഖ്ഫാഇന്റെ അക്ഷരങ്ങളായിട്ട് കൊടുത്തത്. അപ്പൊ ഏതെല്ലാമാണ് അതിലില്ലാത്തത്? വാ, ഫാ, ഖാഫ്, കാഫ്. ഇതാണ് അതിൽ ഇല്ലാത്തത്. ഈ 4 അക്ഷരങ്ങളാണ് നമ്മൾ താഴെ എഴുതി കൊടുക്കാനുള്ളത്. അപ്പൊ ദുആ വസിയത്തോടെ നിർത്തുന്നു. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.